എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന CSEB എക്സാമുകളെ മുൻനിർത്തി ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന മിഷൻ CSEB 2.0 സീരീസിലെ മാത്സ് പാർട്ടിൽ നിന്നുള്ള ബോട്ട് മാസ്, ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നീ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം CSEB എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു ഏരിയയാണ് ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രെയിനിൻ്റെ വേഗത കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ് ടൈം കണ്ടെത്തുക, സ്പീഡ് കണ്ടെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ടൈം കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഡിസ്റ്റൻസ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്, സ്പീഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്ന കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് തിയറി പാർട്സ് നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ തിയറി പാർട്സിലേക്ക് പോകാം, ശേഷം നമുക്ക് പ്രോബ്ലം നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ട്രെയിനിൻ്റെ സ്പീഡ് കാണുക, ടൈം കാണുക, ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഇക്വേഷൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ട്രയാങ്കിൾ ഫോർമാറ്റാണിത്. D ഫോർ ഡിസ്റ്റൻസ്, S ഫോർ സ്പീഡ് ആൻഡ് T ഫോർ ടൈം എന്ന് ഓർക്കുക. ഇതിൽ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന സ്പീഡും ടൈമും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ താഴെ എവിടെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യുക. പക്ഷേ D ഫോർ ഡിസ്റ്റൻസ് എന്നത് എപ്പോഴും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളോട് ചോദിക്കുകയാണ് സ്പീഡ് കണ്ടെത്തുക, ട്രെയിൻ സഞ്ചരിക്കുന്ന വേഗത, സ്പീഡ് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പീഡിനെ അങ്ങ് മാറ്റിയേക്കുക. ബാക്കി ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം വരും. ഇനി നേരെ മറിച്ച് നമ്മളോട് ചോദിക്കുകയാണ് ട്രെയിൻ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് ചോദിക്കുകയാണെന്നിരിക്കട്ടെ. അത് കണ്ടെത്താനായിട്ട് ടൈമിനെ അങ്ങ് മാറ്റിയേക്കുക. എങ്ങനെ എഴുതണം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഇനി നേരെ മറിച്ച് ചോദിക്കുകയാണ് ഡിസ്റ്റൻസ് കാണുക, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് കാണുക എന്നാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, താഴെ തന്നിരിക്കുന്നതുമായിട്ട് എന്ത് ചെയ്യണം, നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് കാണുവാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഏതിനെ മാറ്റണം, സ്പീഡ് കാണുവാൻ വേണ്ടി സ്പീഡിനെ മാറ്റിയേക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ഇക്വേഷൻ. നേരെ മറിച്ച് ടൈം കാണാനാണെങ്കിൽ ടൈമിനെ മാറ്റിയേക്കുക, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ വരുന്നത്. ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്താണ്, മുകളിൽ ന്യൂമറേറ്റർ ഒന്നും ഇല്ല അല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് നോക്കുക, സ്പീഡ് ഇൻറ്റു ടൈമാണ് ഇക്വേഷൻ വരിക. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളാണ് നോക്കുക. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ എന്നിവ ഒരുമിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് കിലോമീറ്റർ പെർ അവറിലും മറ്റൊന്ന് മീറ്റർ പെർ സെക്കൻഡിലും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്കറിയാം 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റർ പെർ സെക്കൻഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 36 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞതനുസരിച്ച് 36 ഇൻറ്റു എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 18 2s are 36 എന്ന് നമുക്കറിയാം. 5 × 2 = 10 എന്ന് നമുക്കറിയാം. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ നോക്കുക, നേരെ തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഏത് വെച്ചിട്ടാണ്, 18/5 നേരെ തിരിച്ചിടുക അല്ലേ, 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. 10 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 10 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിലേക്കാണ്, അപ്പോൾ 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 2s are 10, 18 × 2 = 36 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്കൊരു ഡൗട്ട് തോന്നാം അല്ലേ, നമ്മൾ 2 യൂണിറ്റുകളാണ് ഇവിടെ പഠിച്ചത്, അല്ലെങ്കിൽ 2 നമ്പേഴ്സാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് 5/18 ഉണ്ട്, അതുപോലെ തന്നെ 18/5 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തിരിഞ്ഞു പോവാതിരിക്കുക. കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനാണോ 5/18, അതോ 18/5 ആണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട്സ് തോന്നാം. ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുവാൻ വേണ്ടി 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് തൊട്ടടുത്തത് വരുമ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കിലോമീറ്റർ പെർ അവർ ആണ് മീറ്റർ പെർ സെക്കൻഡിനേക്കാളും വലുതായിട്ടുള്ളത്. അപ്പോൾ ഈ വലുതിനെ ചെറുതിലേക്കാക്കുവാൻ വേണ്ടി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്
ചെറുതിലേക്കാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ ചെറിയ നമ്പർ മുകളിൽ വരുന്നു എന്ന് ഓർക്കുക. നേരെ മറിച്ച് എന്താണ്, മീറ്റർ പെർ സെക്കൻഡിനെ ചെറുതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് വലുതിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി എന്താണ്, വലിയ നമ്പർ ആയിട്ടുള്ള 18 ആണ് മുകളിൽ വരുന്നതെന്ന് ഓർക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ടൈപ്പ് 1 നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ അല്ലെങ്കിൽ ഈ ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷനെ ടൈപ്പുകളായിട്ട് നമ്മൾ എല്ലാത്തിലും ഉണ്ടല്ലേ, ഏത് യൂണിറ്റ് ആണെങ്കിലും നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 പലതരത്തിലുള്ള പ്രോബ്ലംസ് പഠിക്കും. ട്രെയിൻ എന്തിനെ കടന്നു പോകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പുകളായിട്ട് തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ നോക്കിക്കേ. ഒരു ട്രെയിൻ ഒരു പോളിനെയോ പോസ്റ്റിനെയോ ടവറിനെയോ കൊടിമരത്തിനെയോ ഒരു മനുഷ്യനെയോ നിശ്ചലമായി നിൽക്കുന്ന ഒരു മനുഷ്യനെയോ കടക്കുന്ന കേസ് വരുമ്പോൾ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ഇനി ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരിക, അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ റണ്ണിംഗ് 90 km/h crosses a man in 8 seconds. Find the length of the train. എന്താണ്, 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു വ്യക്തി, ഒരു മനുഷ്യനെ മറികടന്ന് പോകുവാൻ വേണ്ടി 8 സെക്കൻഡ് ടൈം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 100 മീറ്റർ, ഓപ്ഷൻ ബി 150 മീറ്റർ, ഓപ്ഷൻ സി 200 മീറ്റർ, ഓപ്ഷൻ ഡി 240 മീറ്റർ. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഏതാണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ്, 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഓർക്കുക, എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ടോ, സ്പീഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 90 km/h ആണ്. ഓർക്കുക, km/h ആണ്, km/h ആണ്. ഇനി ഒരു വ്യക്തിയെ കടന്നു പോകാൻ എടുക്കുന്ന ടൈമും തന്നിട്ടുണ്ട്, എത്രയാണ്, 8 സെക്കൻഡാണ്. ടൈം ഈസ് ഈക്വൽ ടു 8 സെക്കൻഡാണ്. നമുക്കിവിടെ എന്താണ്, രണ്ടും 2 യൂണിറ്റുകളായിട്ടാണ് തന്നിരിക്കുന്നത്. ആൻസറിൽ ഏതാണ്, മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, മീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. വലുതിനെ ചെറുതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓർക്കുക, 90 ഇൻറ്റു ചെറുതിലേക്കാണ്, ചെറുത് മുകളിൽ 5/18 ഈസ് ഈക്വൽ ടു എത്ര വരും, 18 5s are 90 നമുക്കറിയാം. 5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 25 ആണ് വരിക. അപ്പം നമുക്ക് കിട്ടി, സ്പീഡും കിട്ടി, ടൈമും കിട്ടി. എങ്ങനെയാണ് കിട്ടുക, ഇനി എങ്ങനെയാണ് ഡിസ്റ്റൻസിലേക്ക് എത്തുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് കിട്ടി 25. ഇനി ടൈം നമുക്കറിയാം, ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 200 മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഏത് ആൻസർ വരിക, ഓപ്ഷൻ സി 200 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. എ ട്രെയിൻ 240 മീറ്റർ ലോങ് പാസസ് എ സിഗ്നൽ പോസ്റ്റ് ഇൻ 12 സെക്കൻഡ്സ്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എന്താണ്, ഒരു സിഗ്നൽ പോസ്റ്റിനെ കടന്നു പോകുവാൻ വേണ്ടി 12 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാവുന്ന കാര്യം എന്താണ്, സ്പീഡ് കാണാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കാം, ട്രെയിൻ 240 മീറ്റർ/h അല്ലെങ്കിൽ 240 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്, ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, എത്രയാണ്, 240 മീറ്റർ ആണ്. ഇനി നേരെ മറിച്ച് സിഗ്നൽ പോസ്റ്റിനെ കടന്നു പോകുവാൻ എടുക്കുന്ന ടൈമും തന്നിട്ടുണ്ട്, എത്രയാണ്, 12 സെക്കൻഡാണ്. രണ്ടും ഒരേ യൂണിറ്റ് ആണ്, നമുക്ക് നേരെ തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 12 2s are 24, സോ ഈസ് ഈക്വൽ ടു 20 കിട്ടും നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ അതാണോ നമ്മുടെ ആൻസർ, നോക്കിക്കേ, ഇതിൽ 20 ഇല്ല അല്ലേ. അപ്പോൾ ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്, km/h നമുക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, km/h, മീറ്റർ പെർ സെക്കൻഡിലുള്ളതിനെ km/h കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഓർക്കുക, വലുതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യണം, ഇൻറ്റു 18/5 ആണ്. 5 4s are 20, 18 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 72. കറക്റ്റ് ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ സി 72 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ പറഞ്ഞു, ട്രെയിൻ എന്തിനെ കടന്നു പോകുന്നു, എന്തിനെ മറികടന്നു പോകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടൈപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് 2 നോക്കിക്കേ, ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെയോ പ്ലാറ്റ്ഫോമിനെയോ
പാലത്തിനെയോ കടക്കുന്ന സാഹചര്യത്തിൽ ഓടുന്ന ട്രെയിനിൻ്റെ നീളം പ്ലസ് തന്നിരിക്കുന്ന നീളമാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. തന്നിരിക്കുന്ന നീളം എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? പ്ലാറ്റ്ഫോമിൻ്റെ ആകാം, ടണലിൻ്റെ ആകാം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിൻ്റെ ആവാം, അങ്ങനെ ഏതുമാകാം. അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് 1 നമ്മൾ കണ്ടു അല്ലേ, എന്താണ് ലംബമായി നിൽക്കുന്ന ഒരു വസ്തുവിനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നീളമൊന്നുമില്ല. അപ്പോൾ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. എന്നാൽ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഈ പറയുന്ന മറ്റൊരു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിനെയോ ഒക്കെ ആണെങ്കിൽ അതിനൊരു നീളമുണ്ട്. അതിൻ്റെ നീളവും കടന്നു പോകണം, പ്ലസ് ട്രെയിൻ അതിൻ്റെ സ്വന്തം നീളത്തെ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളത്തെയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ വരുന്ന ഒരു പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റണ്ണിങ് ട്രെയിൻ, ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിൻ്റെ നീളവും എടുക്കണം, പ്ലസ് അതിനൊപ്പം തന്നെ തന്നിരിക്കുന്ന നീളം, അതായത് പ്ലാറ്റ്ഫോം ആവാം, ടണലാവാം, അല്ലെങ്കിൽ അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ ആവാം, അതും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. എ ട്രെയിൻ 220 meter long running at 30 km/h. How long it will take to cross a bridge 80 meter long? എന്താ പറഞ്ഞിരിക്കുന്നത്? 220 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 220 മീറ്റർ നീളമുള്ള ട്രെയിനാണ്, 30 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ട്രെയിൻ ഒരു ബ്രിഡ്ജിനെ കടക്കുവാൻ വേണ്ടി, അതായത് 80 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജിനെ കടന്നു പോകുവാൻ വേണ്ടി എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈപ്പ് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗ്ഗം ഉണ്ടല്ലേ. എന്താണ്? എന്തിനെ കടന്നു പോകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്കറിയാം 80 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജിനെ കടന്നു പോകാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് കാണേണ്ടത് അല്ലേ? ടൈമാണ് കാണേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇവിടെ എന്തിനെ കടന്നു പോകുന്നു? ഒരു ബ്രിഡ്ജിനെ കടന്നു പോകുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഓടുന്ന ട്രെയിനിൻ്റെ നീളം പ്ലസ് തന്നിരിക്കുന്ന നീളം. ഇവിടെ എന്താണ്? ബ്രിഡ്ജിൻ്റെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഓർക്കുക എന്താണ്? ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 220 മീറ്റർ ആണ്, പ്ലസ് തന്നിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നേരെ അങ്ങ് ആഡ് ചെയ്യുക. 220 + 80 എന്ന് പറയുന്നത് 300 ആണെന്ന് ഓർക്കാം. ഇനി നെക്സ്റ്റ് വൺ നോക്കുക, എന്താണ്? സ്പീഡ്. നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ കൃത്യമായി തന്നിട്ടുണ്ട്. 30 km/h ആണ്. 30 km/h ആണ് അതിൻ്റെ വേഗത എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടിയല്ലേ? 300 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി സ്പീഡ് എത്രയാണ്? 30 km/h ആണ്. km/h എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ? ഇൻറ്റു മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് ചെറുതാണ്, അപ്പോൾ ചെറുത് താഴെ മുകളിൽ വരിക 5/18 ഈക്വൽ ടു, എങ്ങനെ എഴുതാം നമുക്ക്? 300 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 18/5 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 10 വരും അല്ലേ? ദെൻ 5 2s are 10. അപ്പോൾ 18 × 2 ഈസ് ഈക്വൽ ടു 36 സെക്കൻഡ് ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ഏതാ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ 10 സെക്കൻഡ്, ഓപ്ഷൻ ബി 30 സെക്കൻഡ്, ഓപ്ഷൻ സി 36 സെക്കൻഡ്, ഓപ്ഷൻ ഡി 15 സെക്കൻഡ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 36 സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസറായി വരിക. ടൈപ്പ് 3 നോക്കാം. L1 മീറ്റർ നീളവും S1 വേഗതയുമുള്ള ഒരു ട്രെയിൻ L2 മീറ്റർ നീളവും S2 വേഗതയുമുള്ള മറ്റൊരു ട്രെയിനിനെ മറികടക്കുവാൻ വേണ്ടി സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് L1 + L2 ആണ്. ഏത് ദിശയിലാണെങ്കിലും L1 + L2 തന്നെയാണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? L1 + L2 ആണെന്ന് ഓർക്കുക. രണ്ടും കൂടി ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം. അതായത് ഇവിടെ വരുമ്പോൾ എന്താണ്? ഓടുന്ന ട്രെയിനുകളായിരിക്കും, രണ്ട് ട്രെയിനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സെയിം ദിശയിൽ, ഒരേ ദിശയിലാണെങ്കിൽ എങ്ങനെ, വ്യത്യസ്ത ദിശയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെ നോക്കാം. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. അതായത് ഒരേ ദിശയിൽ പോവുകയാണ്, സെയിം ഡിറക്ഷനിലാണ് ട്രെയിൻ പോകുന്നത്, രണ്ട് ട്രെയിനും ഒരേ ദിശയിൽ, രണ്ട് പാളത്തിലൂടെ ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് നമ്മൾ കാണാനായി S1 - S2, ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡിൽ നിന്നും രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനി മറിച്ച് റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കാണുകയാണ്. അതായത് നേരെ ഓപ്പോസിറ്റ്, ഒരു ട്രെയിൻ രണ്ട് പാളത്തിലൂടെ, അടുത്തടുത്തുള്ള രണ്ട് പാളത്തിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ട്രെയിനുകൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കാണുവാനായിട്ട് S1 + S2 ആണ് ചെയ്യേണ്ടതെന്ന്, സ്പീഡുകൾ രണ്ടും തമ്മിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4.
Two trains of lengths 210 meter and 130 meter respectively are running in opposite direction on parallel tracks and their speeds are 32 km per hour and 36 km per hour respectively. How much time they will cross each other? എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ട്രെയിനുകൾ 210 മീറ്റർ അതുപോലെ 130 മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. 32 കിലോമീറ്റർ പെർ വേഗതയിലും 36 കിലോമീറ്റർ പെർ വേഗതയിലും രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ കടന്നു പോകുവാൻ എടുക്കുന്ന, ക്രോസ് ചെയ്ത് പോകുവാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഇക്വേഷൻസും നമുക്കറിയാവുന്ന കാര്യങ്ങളും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ടൈം കാണുവാൻ വേണ്ടി എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ടൈമിൻ്റെ ഇക്വേഷൻ. നോക്കാം, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കാണാൻ എങ്ങനെ പോയാലും, ഓപ്പോസിറ്റ് ആണെങ്കിലും സെയിം ഡിറക്ഷൻ ആണെങ്കിലും എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2. L1 എത്രയാണ്? 210 മീറ്റർ ആണ്. 210 പ്ലസ് നെക്സ്റ്റ് വൺ തന്നിട്ടുണ്ട് എത്രയാണ്? 130 മീറ്റർ. 210 പ്ലസ് 130 ഈക്വൽ ടു 340 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നോക്കുക, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പാരലൽ ട്രാക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട് 32 കിലോമീറ്റർ പെർ അവർ ആൻഡ് 36 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്? ആഡ് ചെയ്യണം അല്ലേ? റിലേറ്റീവ് സ്പീഡ് കാണാനായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഓർക്കുക, എന്താ കാണേണ്ടത്? സ്പീഡ്, റിലേറ്റീവ് സ്പീഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്. റിലേറ്റീവ് സ്പീഡ് കാണുവാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് ആഡ് ചെയ്യുക. റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 32 കിലോമീറ്റർ പെർ അവറും 36 കിലോമീറ്റർ പെർ അവറും. 32 പ്ലസ് 36 ആണ്. എത്ര വരും? 68 ആണ് വരിക അല്ലേ? 68 കിലോമീറ്റർ പെർ അവർ ആണ് വരിക. നോക്കാം, ഇനി നമുക്ക് എന്ത് കാണണം? ടൈം കാണണം അല്ലേ? ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് 340 ഡിവൈഡഡ് ബൈ എത്രയാണ്? റിലേറ്റീവ് സ്പീഡ് കിട്ടി 68 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചെറുതിലേക്കാണ് മാറ്റേണ്ടത്. ഇൻറ്റു 5/18 ആണ് അല്ലേ? 5/18 ആണ്. നോക്കാം, 340 ഡിവൈഡഡ് ബൈ 68 ഇൻറ്റു 18/5 എന്ന് എഴുതാം അല്ലേ? നമുക്കിതിനെ 18/5 എങ്ങനെ എഴുതാം? ഈക്വൽ ടു 18 സെക്കൻഡ്സ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ 12 സെക്കൻഡ്, ഓപ്ഷൻ ബി 18 സെക്കൻഡ്, ഓപ്ഷൻ സി 24 സെക്കൻഡ്, ഓപ്ഷൻ ഡി 15 സെക്കൻഡ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി 18 സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ടൈപ്പ് നോക്കാം, ടൈപ്പ് 4. ടൈപ്പ് 4 അനുസരിച്ച് ഡിസ്റ്റൻസ് കാണാനുള്ളൊരു ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സ്പീഡ് 1 അല്ലെങ്കിൽ S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 ഇൻറ്റു T എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇത് വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അതായത് X കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ഒരു ട്രെയിൻ ഇപ്പം നമ്മുടെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ. X കിലോമീറ്റർ പെർ അവർ വേഗതയുള്ളൊരു ട്രെയിൻ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ട്രെയിൻ ആദ്യമേ എന്താണ് ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് 3 മണിക്ക് പോയി. ശേഷം Y കിലോമീറ്റർ പെർ അവർ എച്ചിനേക്കാളും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു 20 കിലോമീറ്റർ പെർ അവർ ആണെന്ന് കൺസിഡർ ചെയ്യുക. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 3 മണിക്ക് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശേഷം 40 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള മറ്റൊരു ട്രെയിൻ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് 4 മണിക്ക്. ഈ പറയുന്ന Y എന്ന് പറയുന്ന ട്രെയിൻ എപ്പോഴാണ് എക്സിനെ മറികടന്ന് പോകുന്നത്? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ് കാണുവാനായിട്ട് S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 ഇൻറ്റു T എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. If a train traveling 60 km per hour leaves Delhi at 5 p.m. Another train traveling 40 km per hour starts at 3 p.m. in the same direction. At what distance they will meet together from Delhi? എന്താ ചോദിച്ചിരിക്കുന്നത്? 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 5 മണിക്ക് ഡൽഹിയിൽ നിന്നും യാത്ര ആരംഭിച്ചു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു, അവർ പുറപ്പെട്ടു. ഇനി നെക്സ്റ്റ് ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്? 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിൻ 3 മണിക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്ര ദൂരത്തിൽ, എത്ര ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഈ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടും അല്ലെങ്കിൽ ക്രോസ് ചെയ്തു പോകും? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഓപ്ഷൻ എ 24 കിലോമീറ്റർ, ഓപ്ഷൻ ബി 192 കിലോമീറ്റർ,
ഓപ്ഷൻ സി 240 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 48 കിലോമീറ്റർ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടല്ലേ, ഈ ഒരു മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S2 മൈനസ് S1 ഇൻറ്റു ടൈമാണല്ലേ, ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ടൈം ആദ്യം ഉണ്ടോ എന്ന് നോക്കിക്കേ. 5 മണിയും 3 മണിയും ആണല്ലേ, രണ്ട് ടൈമിലാണ് അവർ പുറപ്പെട്ടത്. ഒരു ട്രെയിൻ 5 മണിക്ക് പുറപ്പെട്ടു, മറ്റൊരു ട്രെയിൻ 3 മണിക്ക് പുറപ്പെട്ടു. നോക്കാം, അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കാം എന്താണ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. S1 സ്പീഡ് 1 തന്നിട്ടുണ്ടല്ലേ, ആദ്യത്തെ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് 60 km/h ആണ്. അപ്പോൾ 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 60 മൈനസ് 40 ഇൻറ്റു എത്ര വരും? 2 വരും അല്ലേ, ഇൻറ്റു 2 വരും. അപ്പോൾ 60 ഇൻറ്റു 40 എന്ന് പറയുന്നത് 2400 ആണെന്ന് നമുക്കറിയാം. ഡിവൈഡഡ് ബൈ 60 മൈനസ് 40 ആണ് പറഞ്ഞിരിക്കുന്നത്. 60 മൈനസ് 40 ഈസ് ഈക്വൽ ടു 20 ആണ്, ഇൻറ്റു 2 ആണ്. അപ്പോൾ നോക്കാം 10 വരും, ഈക്വൽ ടു 240 ആണ് ആൻസർ വരിക. ഇത് വെട്ടിപ്പോവും അല്ലേ. അപ്പം 240 ആണ് ഓപ്ഷൻ സി. 240 കിലോമീറ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള തിയറിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും എല്ലാം നമ്മൾ നോക്കി. ഇനി ബോട്ട് മാസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് CACB ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ബോട്ട് മാസ്, ബോട്ട് മാസ് എന്നാണ് പറയുന്നത്. വിങ്കുലം എന്ന് പറഞ്ഞൊരു ഏരിയയും കൂടി ഉണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. വിങ്കുലം ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു ബാർ കാണും, 5+5 എന്നൊക്കെ കൊടുക്കുന്നിട്ട് അങ്ങനെ വരുന്നതാണ് വിങ്കുലം ബാർ എന്ന് പറയുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനെ സൂചിപ്പിക്കുന്നത്, അതായത് ബ്രാക്കറ്റിനുള്ളിലെ ക്രിയകളാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണനത്തെ സൂചിപ്പിക്കുന്നു. ഡിവിഷൻ ഹരണമാണ്, മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണെന്ന് നമുക്കറിയാം. അഡീഷൻ എന്ന് പറയുക ആഡ് ചെയ്യുക അല്ലെങ്കിൽ സങ്കലനമാണ്. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യവകലനമാണെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിപ്പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 + 6 ഡിവൈഡഡ് ബൈ 3 + 5 ഇൻറ്റു 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം, നമ്മുടെ റൂൾ എന്താണ്? ബോട്ട് മാസ് ആണല്ലേ, MAS ബോട്ട് മാസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം അങ്ങ് എടുത്തെഴുതുക. 9 + 6 ഡിവൈഡഡ് ബൈ 3 + 5 ഇൻറ്റു 2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ബോട്ട് മാസ് റൂൾ തന്നെ നോക്കിക്കേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ബ്രാക്കറ്റിനുള്ളിൽ എന്തെങ്കിലും കണ്ടന്റ് തന്നിട്ടുണ്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബ്രാക്കറ്റ് ഒന്നും കാണാനില്ല അല്ലേ. ദെൻ നോക്കാം, ഓ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഓഫ് ആണ്. എന്താണ് ഓഫ് എന്ന് പറഞ്ഞ് ഇവിടെ യാതൊരു കാര്യങ്ങളും തന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? അപ്പം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ടല്ലേ, 6 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? 9 + 6/3 ആദ്യം ചെയ്യുക. 6/3 എത്ര വരും? 2 വരും അല്ലേ. 3 × 2 ആണ് 6 എന്ന് പറയുന്നത്. പ്ലസ് 5 × 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു എന്താണ്? ഡിവിഷൻ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ടായിരുന്നു, ചെയ്തു. ഇനി നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ, 5 × 2 ഉണ്ട്. അപ്പോൾ നോക്കുക, 9 + 2 + 5 2s are 10 ആണ് വരിക. അപ്പോൾ എത്രയാണ്? 9 + 2 + 10 എന്ന് വന്നു. അപ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇനി വരുന്നത് എന്താണ്? എല്ലാം അഡീഷൻ ആണല്ലേ. 9 + 10 എന്ന് പറയുന്നത് 19 ആണ്. 19 + 2 എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 21. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഒന്നുകൂടി ഓർക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? എങ്ങനെയാണ് തരിക അത്? 5 ഓഫ് 2 എന്ന് ചിലപ്പോൾ തരാം. അങ്ങനെ ഓഫ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അത് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിവിഷൻ ഉണ്ടോ? എന്താണ്? ഡിവൈഡ് ചെയ്യുവാൻ വേണ്ടി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുവാൻ തന്നിട്ടുണ്ടോ? ദെൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ദെൻ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷനെ 21 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 × 2 ഡിവൈഡ് ബൈ 2 - 4 + 5 × 2 ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമ്മുടെ റൂൾ ഏതാണ്? സൈഡിൽ എഴുതിക്കൊള്ളുക, ബോട്ട് മാസ് അല്ലേ.
മാത്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമുക്ക് എന്താവുള്ളൂ, സ്പീഡായിട്ട് വരുള്ളൂ. അപ്പോൾ പതിയെ ആദ്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോട്ട് മാസ് എന്ന് എഴുതിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പതിയെ എന്താണ് ഇത് നമ്മുടെ മൈൻഡ്സിലേക്ക് വന്ന് ആദ്യം ബ്രാക്കറ്റാണ് പിന്നെ ഓഫാണ് എന്ന് ഓർത്ത് ചെയ്യാൻ പാകത്തിന് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ ഓർക്കുക. അപ്പോൾ ഓർക്കുക 3 × 2 നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 3 × 2 ഡിവൈഡഡ് ബൈ 2 -4 + 5 × 2 ആണ് വന്നിരിക്കുന്നത്. ബ്രാക്കറ്റ് ഉണ്ടോ ഇതിൽ? ബ്രാക്കറ്റിനുള്ളിൽ കണ്ടന്റ് ഒന്നുമില്ല. ഓഫ് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ തന്നിട്ടുണ്ടല്ലേ, 2 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 × 2/2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. -4 + 5 × 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിവിഷൻ പറഞ്ഞിരിക്കുന്ന ഏരിയയിലെ കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഏരിയ ഉണ്ടോ? 2 ഏരിയാസ് ഉണ്ടല്ലേ. അപ്പോൾ നോക്കാം, 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ദെൻ -4 + 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് എന്താണ്? 3 - 4 + 10 എന്ന് വന്നു. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ വരെ ചെയ്തു. ഇനി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇവിടം തൊട്ടിട്ട് നമ്മൾ എഴുതി പോവുകയാണല്ലേ, ഇങ്ങനെ വരുന്ന ഒരു ഏരിയയിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നേരെ അങ്ങ് ചെയ്തു പോവുക. അതായത് ഇവിടെ നോക്കിക്കേ, 3 - 4. അപ്പോൾ ഓർക്കുക, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് വരുന്നതെങ്കിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെ എന്താണ്? 3 - 4 എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 3 - 4 = -1 ആണ്. ദെൻ +10 ആണ്. -1 + 10 എത്ര വരും ആൻസർ? 9 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 9 ആണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, അഡീഷനും സബ്ട്രാക്ഷനും മാത്രം വരുന്ന ഒരു ശ്രേണിയായിട്ട് പോവുകയാണ്. ഇവിടെ തൊട്ട് ഇങ്ങനെ വരുമ്പം 1 + 2 - 3 + 4 ഇങ്ങനെയാണ് നമുക്ക് അവസാന സ്റ്റെപ്പായിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് തൊട്ടിട്ടേ ചെയ്തു പോവുക. 1 + 2 3 വരും, 3 - 3 0 വരും. ദെൻ 0 + 4 4 ആയിട്ട് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. 225 divided by 5 of 3 + 17 - 8 × 12 divided by 6. Option A 38, option B 37, option C 16, option D 35. നോക്കാം, നമ്മുടെ റൂൾ എന്താണ്? ബോട്ട് മാസ് ആണ്. നോക്കാം, 225 എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 225 ഡിവൈഡഡ് ബൈ 5 ഓഫ് 3 + 17 -8 × 12 ഡിവൈഡഡ് ബൈ 6. നോക്കാം, ആദ്യം നോക്കുക, ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നുമില്ല അല്ലേ, ബ്രാക്കറ്റിൽ ഒരു കണ്ടന്റും തന്നിട്ടില്ല, ബ്രാക്കറ്റ് ഇല്ല. ദെൻ ഓഫ് തന്നിട്ടുണ്ടല്ലേ. 5 ഓഫ് 3 നമ്മൾ പറഞ്ഞു, ഓഫ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താ ഇത്? കൃത്യമായിട്ട് എടുത്ത് എഴുതുക. 225 ഡിവൈഡഡ് ബൈ 5 ഓഫ് 3 എന്ന് വെച്ചാൽ എന്താണ്? × 3 ആണ്. +17 -8 × 12 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ ഓർക്കുക 6 കേട്ടോ, 6 ആണ് വരിക. അപ്പോൾ ഓർക്കുക എന്താണ്, ഇപ്പം നമ്മുടെ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് തന്നെയായി, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഫോർമാറ്റിലേക്ക് തന്നെയായി. അപ്പോൾ ഇവിടെ ഓർക്കണം, ഓഫാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊട്ടും നിങ്ങൾ മറന്നു പോകരുത്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബോട്ട് മാസിൻ്റെ റൂളിലേക്ക് പോകരുത്, ഓഫ് ആദ്യം ചെയ്യുക. അപ്പോൾ നോക്കി, 225 ഡിവൈഡഡ് ബൈ 5 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. 15 + 17 -8 × 12 ഡിവൈഡഡ് ബൈ 6 ആണ് വരിക. ഇനി നമുക്ക് ചെയ്യാം, എളുപ്പമുണ്ടല്ലേ. എന്താണ് ഇനി നമ്മൾ എന്താണ്? ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു. ഇനി എന്താണ്? ഡിവിഷൻ ആണല്ലേ, ഓഫ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ ആണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. ഡിവിഷൻ ഉണ്ടോ? 2 ഏരിയയിലുണ്ടല്ലേ. ഇവിടെ ഒരു ഡിവിഷൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. 225 / 15, 15ൻ്റെ സ്ക്വയർ ആണെന്ത്? 225 എന്ന് പറയുന്നത്. അപ്പം നോക്കാം, ഇവിടെ എത്ര വരും? 15 വരും. ഇനി +17 -8 × 12 ഡിവൈഡഡ് ബൈ 6. 6 2s are 12 എന്ന് നമുക്കറിയാം, 2 വരും. 12/6 2 വരും. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് പോകാം. എന്താണ് ഇനി ഇവിടെ വരുന്ന ഏതാണ്? ഡിവിഷനും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കിക്കേ. മൾട്ടിപ്ലിക്കേഷൻ ഒരു ഏരിയ ഉണ്ടല്ലേ, 8 × 2 ഉണ്ടല്ലേ.
അപ്പോൾ നോക്കാം 15 + 17 - 16 ആണ് വരിക. അപ്പോൾ നോക്കാം 15 + 17 - 16 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് ആൻസർ വരിക? 16 ആണ് ആൻസർ വരിക. അപ്പോൾ നോക്കിക്കേ, ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ സി 16 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. 7 + 7 + 7 divided by 7 all divided by 5 + 5 + 5 divided by 5. എങ്ങനെ ചെയ്യുക? സെയിം തന്നെ അല്ലേ, നമ്മുടെ ബോട്ട് മാസിൻ്റെ റൂള് തന്നെയാണ്. നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. 7 + 7 + 7 divided by 7. മുകളിലുള്ള എന്താണ് ന്യൂമറേറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. 7 + 7 + 7 എത്രയാണ്? 7 + 7 + 7 ഡിവൈഡഡ് ബൈ 7 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ റൂൾ പ്രകാരം ഏതാ ആദ്യം ചെയ്യേണ്ടത്? ഈ പറയുന്ന ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ എങ്ങനെ വരും? 7 + 7 + എന്തെന്ന് വരും? 7 ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. ഇനി ഓൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രാക്കറ്റിനുള്ളിൽ കണ്ടന്റ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ തന്നിരിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 5 + 5 + 5 എന്ന് പറയുന്നത് 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 5 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് 15 ഡിവൈഡഡ് ബൈ 5 വന്നല്ലേ. ഇനി നോക്കുക 7 + 7 + 1 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 15/5 ആണ്. 7 + 7 എന്ന് പറയുന്നത് 14 ആണ്. 14 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 15/5 ആണ് വന്നിരിക്കുന്നത്. 15/5 എത്രയാണ്? 15 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 3 ആണല്ലേ. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് വരിക 5. അപ്പോൾ 15/3 എന്ന് പറയുന്നത് 5 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10. നോക്കാം. പ്ലസ് മീൻസ് ഡിവിഷൻ, മൈനസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ മീൻസ് അഡീഷൻ ആൻഡ് ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ. ദെൻ ഫൈൻഡ് 30 ഡിവൈഡ് ബൈ 2 + 2 × 5 - 7. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ CACBയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് എന്നത് ഡിവിഷനെ സൂചിപ്പിക്കുന്നു, മൈനസ് എന്നത് മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ എന്നത് അഡീഷനെ സൂചിപ്പിക്കുന്നു, ഡിവിഷൻ എന്നത് സബ്ട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ ഇതിലേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ നേരെ താഴേക്ക് എടുത്തെഴുതുക. ഈ പറയുന്ന സിമ്പിൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്പേഴ്സ് മാത്രമായിട്ട് താഴേക്ക് എടുത്തെഴുതുക. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. 30 തന്നിട്ടുണ്ട്, ദെൻ 2 ആണ്, ദെൻ 2 ആണ്, 5 ആണ്, ദെൻ 7 ആണ് അല്ലേ. ഇനി നോക്കുക 30 ഡിവൈഡഡ് ബൈ 2 ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കുക നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സബ്ട്രാക്ഷനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഡിവിഷനാണ്, സബ്ട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. മൈനസ് ആണ് വരേണ്ടത്. 30 - 2 വന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? 2 + 2 ആണ്. അപ്പോൾ ഓർക്കുക പ്ലസ് എന്ന സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പ്ലസ് മീൻസ് ഡിവിഷൻ ആണ്. അപ്പോൾ എന്താണ്? 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് അഡീഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 2 + 5 ആണ്. ദെൻ 5 - 7 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൈനസ് എന്നത് മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? 5 × 7 ആണ് വരിക. ഇനി നമുക്ക് എന്താണ്? ബോട്ട് മാസ് അപ്ലൈ ചെയ്യാം അല്ലേ. നമ്മൾ നേരത്തെ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ബോട്ട് മാസ് നമുക്ക് അപ്ലൈ ചെയ്യാം. നോക്കുക എന്താണ്? ബ്രാക്കറ്റിലൊന്നും തന്നിട്ടില്ല, ഓഫ് കണ്ടൻസും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്? ബ്രാക്കറ്റ് ഇല്ല, ഓഫും ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. 2 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ എഴുതുക നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് 30 - 2/2 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 5 × 7. ഇനി എന്താണ്? അപ്പോൾ നമ്മൾ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. ഏതാണ്? 5 × 7 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 5 × 7. 30 - 1 പ്ലസ് 35 ആണ് വരിക. ഇനി അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു, നെക്സ്റ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അഡീഷനോ സബ്ട്രാക്ഷനോ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്ത് പോകാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കാം 30 - 1 എത്ര വരും? 29 പ്ലസ് 35 ആണ്. അപ്പോൾ എത്ര വരുന്നത്? 64 ആണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
ഇപ്പം നമ്മൾ ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് മാസ് എന്നീ 2 ഏരിയാസാണ് കവർ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ഏരിയയുമായിട്ട് കാണാം. താങ്ക് യു.